നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ ഇടത് തോൽവിക്ക് പിന്നിൽ CPIM എന്ന CPI. CPM നേതാക്കളിൽ ചിലർ BJP സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിച്ചു. പരാജയ കാരണം CPIക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും CPI മൂന്നാർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. എസ് രാജേന്ദ്രനുമായി അടുത്ത ബന്ധമുള്ള ചില CPIM നേതാക്കൾ ഇടത് സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചു. പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ എ രാജ ജയിക്കുമെന്ന സാഹചര്യം ഉയർന്നപ്പോൾ എസ് രാജേന്ദ്രൻ പലരെയും വിളിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചെന്നും CPI മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ദേവികുളം മണ്ഡലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥി തോറ്റതിന് CPI ആണെന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള വസ്തുതകളില്ല. കാര്യത്തിൽ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സഹിതം മുൻ MLA എസ് രാജേന്ദ്രനെ പരോക്ഷമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. കാര്യത്തിൽ ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് എ രാജ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും CPMന്റെ നേതാക്കന്മാരും CPMന്റെ പ്രധാനപ്പെട്ട ആളുകളും ഇത്തരത്തിൽ ഈ എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതിന്റെ തോൽവിയുടെ ഭാരം CPIയുടെ തലയ്ക്ക് വെക്കുന്നത് ശരിയല്ല എന്നാണ് പറയാൻ സാധിക്കുന്നത്. നിലവിൽ പരാജയ കാരണം CPIക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. CPIMലെ പ്രതിസന്ധികളാണ് സ്ഥാനാർത്ഥി തോക്കാൻ യഥാർത്ഥ കാരണം. ഇത് CPIM ജില്ലാ കമ്മിറ്റി വിലയിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.